ഓ മുനിസിപ്പാലിറ്റിയുടെ സെക്രട്ടറി അല്ലേ? നിന്നെ വീട് വെക്കാൻ സമ്മതിക്കുന്നില്ല? ഒന്നും ശരിയല്ല, അതും ശരിയല്ല, ഇതും ശരിയല്ല. ഓ നമുക്ക് ചോദിക്കണം, നീ ചോദിക്കുന്നുണ്ടാ? അതെയാ, ചോദിക്കുന്നാലും കൈക്കൂലിയാ ഇയാൾക്കാ? അതിന് കൊടുക്കാനാ? അയ്യോ നീ കൊടുത്ത കാശ് അളവില്ല? ഉറപ്പല്ല? നോക്കട്ടെ ഞാൻ എന്നാല് പൈസ പൈസ നിന്റെ കാശാണ്. ഇയാളൊക്കെ പറയുന്നത് എനിക്ക് കാശ് തന്നിട്ടുണ്ട്. തന്നിട്ടാ? ഉറപ്പല്ല? ഉറപ്പ് തന്നിട്ടുള്ളൂ. കൊടുത്തിനാ? അത് നമ്മള് നീ ഇപ്പൊ അയാളോട് തന്നിട്ടാണ് നീ പറഞ്ഞു കൊടുത്തിരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ തെളിയിക്കല്? എങ്ങനെ തെളിയിക്കല്? നീ പറ എങ്ങനെ തെളിയിക്കാം? ഇവന്റെ കയ്യിൽ പേര് തപ്പിയാലോ? നമുക്ക് ഫുള്ള് തപ്പിയാലോ? തപ്പ സമ്മതിക്കോ? നീ സമ്മതിക്കൂലോ? തപ്പല് തപ്പ സമ്മതിക്കണ്ട. പിന്നെ നമുക്കങ്ങനെ പരിശോധിക്കല്? അവനെ ബലമായി പിടിച്ചോക്കല്ലേ? അപ്പൊ രണ്ടാം കൂടാതാ വേറെ ആരെയും കൊടുക്കണം? മതിയല്ലേ? പരിശോധിക്കാം നമുക്ക്. എന്നാല് റെഡി? ഇവന്റെ കയ്യില് പൈസ ഇല്ലാന്ന് ഇവൻ തപ്പിയിട്ട് അവൻ പൈസ കാണുന്നില്ല എന്ന്. അങ്ങനെ വെറുതെ വിടാൻ പാടില്ല, നമുക്ക് വെറുതെ വിടാൻ പാടില്ല. അത് പറ്റില്ല, പൈസ തെളിയിക്കണല്ലേ? അപ്പൊ കൈക്കൂലാന്ന് വാങ്ങിയാൽ കുഴപ്പമില്ല. ഇതിന്റെ കാര്യം വീട് കേട്ടാലും സംവിധാനം ശരിയാക്കി തരുന്നില്ലല്ലോ, ഒന്നും തരുന്നില്ല. അപ്പം വിടാം. അപ്പൊ നമുക്ക് പരിശോധിക്കാം. പ്രസാദ പക്ഷെ നമുക്കൊന്ന് പരിശോധിക്കാം അല്ലെ? അല്ല അങ്ങനെ അവനെ വെറുതെ വിട്ടൂടാ. എന്നൊരു കാര്യം നമുക്ക് ഇവൻ കൈക്കൂലി വാങ്ങിച്ച കൈകൊണ്ട് വാങ്ങിയെന്നല്ലേ പറഞ്ഞത്? അപ്പൊ നമുക്ക് കൈ ഒന്ന് പരിശോധിച്ചാലോ? കൈ പരിശോധിക്കാം അല്ലെ? ടീച്ചറെ കൈ പരിശോധിക്കുന്നല്ലേ? എന്നാ നമുക്ക് ഉറപ്പല്ല? നീ വാങ്ങിയിട്ടല്ലോ? ഉറപ്പല്ലേ? വാങ്ങിയിട്ടത് ഉറപ്പാണ്. അങ്ങനെ നമുക്ക് നോക്കാം അല്ലെ? ശരി, ഇവനെ കൈ വെച്ച് ഇവൻ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ നമുക്ക് നോക്കാം. നിങ്ങൾ എല്ലാവരും കേട്ടോ? നോക്കാലോ? ഗോമാർത്ത എന്തോ വാങ്ങിയിട്ടുണ്ട്, നമുക്ക് നോക്കാം കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ. ഈ രണ്ട് കൈ കൊണ്ട് ഈ വെള്ളത്തിലൊന്ന് മുക്കി നോക്കിയോ? നോക്കിയോ? ഇതാ ഇയാളെ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് അല്ല? പക്ഷേ ടീച്ചർ അങ്ങനല്ലേ? കൈക്കൂലി വാങ്ങിയപ്പോ കളർ എന്തായി? ഈ കളർ ഇങ്ങനത്തെ കളറാണോ നേരത്തെ ഉണ്ടായിരുന്നത്? വെള്ളം ഉണ്ടായത്? കൈക്കൂലി വാങ്ങിയിട്ട് കൈക്കൂലി കാണിച്ച സാധനം പൈസയില് ഇതൊക്കെ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ? ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് അല്ലെ? ഒരു ടീച്ചറായിട്ട് കാര്യം പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ 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 ഓക്കെ. ആ പൈസയില് കൈക്കൂലിയായി കൊടുത്തിരിക്കുന്ന പൈസയില് ഫിനോഫ്തലീൻ കലർത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കൈകൊണ്ട് വാങ്ങിച്ചപ്പോ കുട്ടിയുടെ കയ്യില് ഫിനോഫ്തലീൻ ആയിട്ടുണ്ട്. ഇവിടെ വെച്ചിരിക്കുന്നത് ആൽക്കലി ആയിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിൽ ആൽക്കലി പിങ്ക് കളർ കാണിക്കും. അങ്ങനെയാണ് കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത്.